ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം, എല്ലാം റാഹത്തല്ലേ? അപ്പോൾ നമ്മളോട് ഉച്ചക്കത്തെ പരിപാടിയിലാണ്. ചോറ് അവിടെ ആയി, നെയ്ച്ചോറാണ് വെച്ചിരിക്കുന്നത്. ഞായറാഴ്ച നെയ്ച്ചോറാണ് ഇവിടെ നെയ്ച്ചോറ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ചയാണ്, അതുകൊണ്ട് എല്ലാവരും മക്കളെല്ലാവരും ഉണ്ട്. ഇറച്ചി കൊണ്ടുവന്നിരുന്നു. പിന്നെ അരി പിന്നെ നാത്തൂൻ്റെ മോനെ പാച്ചു ഒരു പകരം ഫ്രണ്ട് പാച്ചൂട്ട് എത്തി ഇന്നലെ വിരുന്നാണ്. അപ്പോൾ പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കറി നെയ്ച്ചോറ് ഇവിടെ റെഡി ആക്കണ്, കറി അവിടെ ആവണ്, ഒക്കെ സെറ്റായി ഇരിക്കുകയാണ്. ഇനി ചോറും കൂട്ടി പിന്നെ ഇനി തൈര് ഉണ്ടാക്കണം, പപ്പടം ഉണ്ടാക്കണം, ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഏതായാലും ഞായറാഴ്ചക്കത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ. എഡിറ്റ് ചെയ്യാനൊക്കെ വൈകിയതാണ്. അപ്പോൾ ആദ്യം അച്ചുട്ടിയും ഞാനും കൂടി ഈ ചേരി അങ്ങോട്ട് പെറുക്കിയിടാണ്. കുറച്ച് മുറ്റത്ത് കുറച്ച് ചേരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് വാരി ചാക്കിലാക്കുകയാണ്. തിരുമ്പലൊക്കെ മെഷീനിലിട്ടിട്ട് നേരത്തെ തന്നെ തിരുമ്പൽ കഴിച്ചിരിക്കണം കേട്ടോ. മെഷീനിലിട്ട് ഉണക്കിക്കാണ്ട് തോരട്ടിക്കാണ് കേട്ടോ. അപ്പം ഞാൻ ചാക്കിലാക്കാതെ വാരിടണം. പിന്നെ ഓലക്കൊടിയൊക്കെ ഉണ്ട് വെട്ടിയിടാൻ, അതിനൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ. കുറേ പരിപാടികൾ നോമ്പെന്തലായിട്ട് നനച്ചുടിപ്പണി തുടങ്ങണം. ഓലക്കൊടികളുണ്ട് കുറേ വെട്ടിയിടാൻ. തേങ്ങ നമ്മൾ ആട്ടിയത് പ്രതീക്ഷിച്ച മാതിരിയൊന്നും കിട്ടിയില്ല. ആകെ 15 കിലോനോ 13 കിലോനോ തേങ്ങ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ ഈ മുറ്റത്തുള്ള തെങ്ങുമ്പത്തെ തേങ്ങ മാത്രമേ ഉള്ളായിരുന്നു. കുറേ പൊളിച്ചപ്പോൾ കുറേ കേടിട്ടാ. അപ്പോൾ പിന്നെ ആകെ 8 ലിറ്റർ വെളിച്ചെണ്ണയിട്ട് നമുക്ക് കിട്ടിയിരിക്കണത്. അതൊക്കെ കുട്ടികളുടെ ചാക്കിലാക്കി വാരിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ കാടാക്ക് എന്തോ അറിയില്ല, ചെറുതായിട്ട് ഇങ്ങനെ 1 2 ഒക്കെ ചാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക രാവിലെ തന്നെ പോയപ്പോൾ പറഞ്ഞിരുന്നു കാടാക്ക് വിറ്റാമിൻ മരുന്നും അതുപോലെ തന്നെ നമ്മൾ വേറൊരു മരുന്ന് കൊടുക്കൂട്ടാ, പെട്ടെന്ന് ഈ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ മരുന്നൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക രാവിലെ തന്നെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് 2 എണ്ണീച്ച ചത്തിക്കണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഗ്രോവി പ്ലക്സ് പറഞ്ഞ മരുന്ന്. അപ്പോൾ നമ്മൾ കോഴിക്കൊക്കായാലും കാടാക്കായാലും ഒക്കെ കൊടുക്കണം നല്ലതാണ്. അതൊക്കെ തീറ്റ കൂടാനും തീറ്റ നല്ലോണം എടുത്ത് തിന്നാനും ഒക്കെ വിശപ്പുണ്ടാവാനും ഒക്കെ നല്ല മരുന്നാണ്. വിറ്റാമിൻ മരുന്നാണ് ഇത് കേട്ടോ. ഇത് അത്യാവശ്യം റേറ്റ് കുറവുള്ളൊരു വിറ്റാമിൻ മരുന്ന് ഇതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ വാങ്ങാം, കാരണം റേറ്റ് കുറവാണ്. ബാക്കിയുള്ള എല്ലാ മരുന്നും ഭയങ്കര റേറ്റാണ് കേട്ടോ. ഇത് കൊടുത്താൽ നല്ലോണം തീറ്റ എടുക്കും, അവർ തീറ്റ എടുക്കുകയും ചെയ്യും, നല്ല അപ്പോൾ പെട്ടെന്ന് മുട്ട ആവുകയും ചെയ്യും. അപ്പോൾ ഇതാ ഞാൻ 2 അടപ്പ് 10 20 40 മില്ലിയോളം ഓരോ 5 ലിറ്ററിൻ്റെ ക്യാനിക്കും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അസുഖം ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ അതിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ എന്താണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുക, അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ, ബാക്ടീരിസോൾ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നാണ്. അപ്പോൾ ഇത് ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതോട് വെള്ളത്തിൽ കലക്കി കൊടുത്താൽ മാറി കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളക്കാഷ്ടം തൂറുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് കൊടുത്താൽ മതി, വയറ്റുന്നോക്ക് കാര്യങ്ങൾക്കൊക്കെ കേട്ടോ. കാടാക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വലിയ തൂക്കമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കൊടുത്താൽ കുറേ മാറ്റം കിട്ടും. അപ്പോൾ ഞാനിതാ ഇത് പൊട്ടിച്ചിട്ട് ഒരു 5 ലിറ്റർക്ക് 2 നുള്ളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 2 ഗ്രാം 3 ഗ്രാം ആ കണക്കിന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഗ്രോയി പ്ലക്സും കൂടി ഗ്രോയി പ്ലക്സോ വിമറാളോ ഏതെങ്കിലും നമ്മൾ വിറ്റാമിൻ മരുന്ന് നമുക്ക് മിക്സാക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2 പിടി 2 നുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഗ്രാം കണക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാടകൾക്ക് അസുഖം വന്നാൽ പെട്ടെന്ന് നമ്മൾ മരുന്നൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ ഇവർ പെട്ടെന്ന് തന്നെ ചത്ത് പോകും കേട്ടോ. കാരണം ഞാൻ മരുന്ന് ആക്കുന്ന ഇടയിൽ തന്നെ ഇക്ക വന്ന്, അപ്പോൾ ഇക്ക അങ്ങോട്ട് കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട്, കാടകളെ കൂട്ടിക്ക് അങ്ങോട്ട് കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളപ്പൈപ്പ് നമ്മൾ ഓട്ടോമാറ്റിക് വെള്ളപ്പാത്രമാണ് കൂട്ടിലുള്ളത്. അപ്പോൾ അത് നമ്മൾ ഈ വെള്ളം വെക്കുമ്പോൾ അതങ്ങോട്ട് പൂട്ടിട്ട് കേട്ടോ, പൈപ്പ് അങ്ങോട്ട് പൂട്ടും. അപ്പോൾ പിന്നെ ഈ വെള്ളം മാത്രമേ അവർക്ക് കുടിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വയറ്റിലേക്ക് ഫുള്ളായിട്ട് ആയിക്കോളും. ഇന്ന് രാത്രി മാത്രമേ നമുക്ക് പൈപ്പ് തുറന്നു കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഞാനിവിടെ കുറച്ച് സോപ്പിന് ഓർഡർ കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ സോപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സോപ്പിൻ്റെ മോൾഡൊക്കെ കഴുകി റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ കുറച്ച് അയക്കണം സോപ്പ് ഉണ്ടാക്കിയിട്ട് കേട്ടോ, കാരണം സോപ്പിൻ്റെ ബേസും സ്മെല്ലും ഒക്കെ കഴിഞ്ഞിന്ന്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചതാണ്. കുറച്ച് സോപ്പിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് കടയ്ക്ക്, അപ്പോൾ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇതാ വേറെ തേങ്ങ ചകിരി ചാക്കിലാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ അവിടെ ബത്തക്ക വെള്ളം കലക്കണ തിരക്കാണ്. നമ്മൾ ആദ്യം മോനാണ് കേട്ടോ ബത്തക്ക വെള്ളമൊക്കെ കലക്കണത്. അച്ചൂട്ടി ഇതാ ഒപ്പം നിൽക്കുന്നുണ്ട്, ഓൻ ചെയ്യണത് നോക്കി നിൽക്കുകയാണ് നമ്മൾ അച്ചൂസിട്ട. അപ്പോൾ ഓന് പിന്നെ ബത്തക്ക വെള്ളം കലക്കാനും അങ്ങനത്തെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനൊക്കെ ഓൻ ഉഷാറാണ് കേട്ടോ. മറ്റുള്ള ആര്യന്മാരില്ല കലക്കി വെള്ളമൊക്കെ ആക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇതുപോലൊരു കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും.
അങ്ങനെ ഇതാ ചോറൊക്കെ അവിടെ റെഡി ആക്കണേ. ചോറ് നെയ്ച്ചോറായതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിലൊക്കെ 2 വിസിൽ വെച്ചാൽ 2 വിസിൽ അടിച്ചിട്ടുള്ളൂ. നെയ്ച്ചോറ് ഇവിടെ സെറ്റ് ആക്കണം. ഇനി ഉള്ളി വറുത്തിട്ട് അണ്ടിയും മുന്തിരിയും കൊണ്ടുവന്നിക്കണം. അത് നെയ്യിലൊന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് ചപ്പ് അരിഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ ചോറ് ഇന്നലെ വെച്ച ചോറ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ഉച്ചയ്ക്ക് മാത്രമേ നെയ്ച്ചോറ് റെഡിയാക്കിയിട്ടുള്ളൂ കേട്ടോ. ബാക്കി രാത്രിയിലേക്ക് വെറും ചോറ് തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി കുറച്ച് ചോറ് ബാക്കിയുള്ള ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അതൊന്നും തിളപ്പിച്ച് വെച്ചിരിക്കണം. തക്കാളി കൂട്ടാനും ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യമോന് ബത്തക്ക വെള്ളം റെഡിയാക്കണ തിരക്കിലാണ്. ഒക്കെ ഇപ്പോൾ സ്കൂളില്ലാതായാലേ നാരങ്ങളോ ബത്തക്ക വെള്ളമോ പൊരിയോ കരിയോ എന്തെങ്കിലും വേണം കേട്ടോ. അല്ലാഞ്ഞാൽ അവിടെ പരാതിയാണ്. അപ്പോൾ ഇത് ജ്യൂസ് അടിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് തന്നെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഈ നമ്മൾ മീനിൻ്റെ ചിളക്കൊക്കെ കളയണ കത്തിയാണ്. നമ്മൾ മീൻ ചിളക്ക കളയണമെന്ന് യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ പുതിയതായിരുന്നു, അനിയൻ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അതേറ്റാണ് ഓൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇറച്ചിക്കറിയും ഇവിടെ റെഡി ആക്കണേ. കറി ചിക്കൻ കറിയാണ് വെച്ചിരിക്കണത്. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇതാ പാകത്തെ വേവ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചപ്പിട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടില്ല. ചപ്പിട്ട് കൊടുക്കണം. നെയ്യ് ഉള്ളിയൊക്കെ വാട്ടിയതിന് ശേഷം പിന്നെ അണ്ടിയും മുന്തിരിയൊക്കെ അത് ഇട്ട് കൊടുക്കണം. ഇക്കാക്ക് നെയ്ച്ചോറ് വെക്കുകയാണെങ്കിലും ബിരിയാണി വെക്കുകയാണെങ്കിലും അണ്ടിയും മുന്തിരിയൊക്കെ കാണണം കേട്ടോ. ഉള്ളിയൊക്കെ നെയ്യിൽ വറുത്തിടണം കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ആ ചപ്പൊക്കെ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ചപ്പ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അണ്ടിയും മുന്തിരി ചെറിയൊരു പാക്ക് അണ്ടിയും മുന്തിരിയും കൊണ്ടുവന്നിരുന്നു കേട്ടോ. നമ്മൾ പായസക്കൂട്ടിനെ മാതിരി ചെറിയൊരു പാക്കറ്റാണ്. ഒരു അച്ചാറ് പാക്കറ്റിൻ്റെ അത്ര വലുപ്പമുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് കുറേ നേരം വയറ്റിൽ നടന്നിട്ടുണ്ട് നമ്മളെ പൊന്നൂസും മച്ചൂട്ടിയൊക്കെ. അണ്ടി ഞങ്ങൾക്ക് തരുമോ ഞങ്ങൾക്ക് തരുമോ. ആകെ 4 5 6 അണ്ടി ഉണ്ടാവും കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇവിടെ അവർ വത്തക്ക വെള്ളമൊക്കെ കലക്കി സെറ്റാക്കി ഫ്രിഡ്ജിൽ കയറ്റേണ്ട തിരക്കാണ്. അച്ചൂട്ടി പിന്നെ കാക്കാൻ്റെ കൂടെ തന്നെ എല്ലാ ഹെൽപ്പിനും അച്ചൂട്ടി ഉണ്ട് കേട്ടോ. സ്കൂളില്ലാതെ നിന്നാൽ പിന്നെ ഓരോ ഭരണമാണ്. അത് വേണം ഇത് വേണം അതുണ്ടാക്കണം. വല്ലാതെ ഒന്ന് കളിക്കാനൊന്നും പോയിട്ട് ഭയങ്കര വെയിലാണല്ലോ ഇപ്പോൾ അല്ലേ. തെണ്ടി നടക്കാൻ തന്നെ പണി കേട്ടോ. സൈക്കിളും മണ്ടലും ഒക്കെ തന്നെ. അപ്പോൾ ഞാനിതാ അവിടെ അണ്ടി മുന്തിരി വറക്കാൻ വേണമെന്നപ്പോൾ എൻ്റെ അച്ചൂട്ടി വന്നിക്കണേ. ഓക്ക് വേണം, ഓക്ക് അണ്ടിയും വേണം മുന്തിരി വേണം തിന്നണം എന്ന് പറഞ്ഞ് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഒന്നുകൊണ്ട് രണ്ടാൾക്കും ഒരു അണ്ടി എടുത്തിട്ട് അച്ചു പൊന്നു അല്ലു ആദിക്കും അച്ചൂട്ടിക്കും ഓരോ കഷ്ണാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് RKG നെയ്യ് കൊണ്ടുവന്നിട്ട്. അപ്പോൾ ആ നെയ്യിൽ വറുത്തിട്ട് നമ്മൾ ഉള്ളി കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരുന്നു. ഒരു അര ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരുന്നിട്ടാ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മളങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരി പിന്നെ എല്ലാവർക്കും 2 എണ്ണീച്ച് ഞാൻ കൊടുത്തിരുന്നിട്ടാ. പിന്നെ അണ്ടിപ്പരിപ്പ് വല്ലാതെ ഇല്ലായിരുന്നു. ആകെ ഒരു 6 7 ഉള്ളത് ചോറ്റിക്കാണ് ഇടാൻ വിചാരിച്ചുകൊണ്ട് കൊടുത്തിട്ടില്ലായിരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേത്താറ് നടക്കുകയാണ് നമ്മൾ അച്ചൂട്ടിട്ടാ. ഒക്കെ അണ്ടിപ്പരിപ്പ് ഇഷ്ടമാണ്. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് വാടിയതിന് ശേഷം ഞാനിവിടെ അണ്ടിയും മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടാനായപ്പോഴത്തേന് അതിൽ ആകെ 3 അണ്ടിപ്പരിപ്പ് ആകെ 3 എണ്ണം ആയിട്ടുണ്ട് കേട്ടോ. അതങ്ങോട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം 2 എണ്ണം അതിൻ്റെ അടിയിൽ കുട്ടികൾ വന്ന് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൂപ്പിച്ചിക്കാണ്ട് ചോറ്റിക്ക് അങ്ങോട്ട് നെയ്യ് പാർന്ന് കൊടുക്കുക. അത്രയും നമ്മൾ പരിപാടി ചോറിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞ്. അപ്പോൾ ഇനി കറിയും അവിടെ സെറ്റ് ആയിക്കണം. ഇനി പപ്പടം പൊരിക്കാനുണ്ട്, തൈര് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചോറ് റെഡി ആയിക്കണം. കണ്ടില്ലേ നമ്മൾ പിന്നെ ക്യാരറ്റും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചോറിൻ്റെ ഒരു ഭംഗി കേട്ടോ. ക്യാരറ്റ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇതാ ഞാനിവിടെ നെയ്യിൽ കുറച്ചും കൂടി നെയ്യ് അങ്ങോട്ട് അങ്ങോട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചോറൊക്കെ നല്ല പാകത്തെ വേവ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിലായാൽ പിന്നെ 2 വിസിലടിച്ചാൽ പിന്നെ കറക്റ്റ് പാകത്തിൽ വേവ് വെന്ത് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ ചോറ് ചോദിക്കുന്ന നേരം നമുക്ക് എടുത്താൽ മതി. നന്നായിട്ട് മൂടി വെച്ച് കൊടുക്കട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ്റെ കറിയും ഇവിടെ റെഡി ആക്കണം. ചിക്കൻ കറിയിൽ പിന്നെ ചെറിയ കഷ്ണം ഉരുളങ്കിഴങ്ങ് ഇട്ടുകൊണ്ട് മുളക് ഇട്ടതാണ് കേട്ടോ. പിന്നെ അതിൽ നമുക്ക് ശരിക്കും കറുമത്തിയൊക്കെ ഇടുമ്പോഴാണ് ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ചോറും കറിയും ഇവിടെ റെഡിയായി. ഇനി തിരുമ്പലും കഴിഞ്ഞിട്ടുണ്ട്. ഞാക അടിക്കലും തുടക്കലും കുളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.